Good morning, students. Today we are going to discuss about input offset current. In the last class, we have already discussed about input bias currents. Actually, input bias currents, it is the average value of the input bias currents at the inverting terminal and at the non-inverting terminal. That is IB equal to IB1 plus IB2 divided by 2. ഈ ഒരു കേസിൽ നമ്മൾ ചെറിയൊരു അസംഷൻ നടത്തിയിട്ടുണ്ട്. IB, that is bias current എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെയും അതേപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെയും സെയിം ആണ് എന്ന് നമ്മളൊരു ചെറിയൊരു അസംഷൻ നടത്തിയിട്ടുണ്ട്. ആക്ച്വലി ചിലപ്പോൾ ഇൻറ്റേർണൽ ഇംബാലൻസ് മൂലം ഈ ഒരു കറണ്ട് സെയിം ആയിരിക്കില്ല. കാരണം ഇതിനകത്ത് ഇൻറ്റേർണൽ സർക്യൂട്ടിൽ ഒപ്പാമ്പാണുള്ളത്, അല്ല ഒപ്പാമ്പോടെ ട്രാൻസിസ്റ്ററാണുള്ളത്. അപ്പോൾ ആ ട്രാൻസിസ്റ്ററിൻ്റെ നോ ടു ഐഡൻറ്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആർ നോട്ട് എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ. സോ സ്വാഭാവികമായും IB1ഉം IB2 ഡിഫറെൻ്റ് ആയിരിക്കും. ദിസ് ഈസ് ഡ്യൂ ടു ദി സം ഓഫ് ദി ഇൻറ്റേർണൽ ഇംബാലൻസ്. അത് നമുക്ക് ഡിഗ്രി ഓഫ് മിസ്മാച്ചിങ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഇത് രണ്ടും സെയിം ആണ് എന്ന രീതിയിൽ അസ്യൂം ചെയ്തിട്ടാണ് IB കണ്ടുപിടിച്ചത്. അതിനുശേഷം V2 എന്താണെന്ന് കണ്ടുപിടിച്ചു. അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് V2 കണ്ടുപിടിച്ചു. V2 എന്ന് പറയുന്നത് R1 പാരലൽ RF ഇൻറ്റു IB2. ഇതിന് ഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റർ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണോ അതായിരിക്കും നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദി ഓഫ്സെറ്റ് മിനിമൈസിങ് റെസിസ്റ്റർ. ഇൻപുട്ട് ബയസ് മൂലം ഉണ്ടാകുന്ന ഔട്ട്പുട്ട് ഓഫ്സെറ്റിനെ മിനിമൈസ് ചെയ്യാൻ ഇതിന് പാരലൽ ആയിട്ടുള്ള റെസിസ്റ്റർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു. വി കോൾ ഇറ്റ് ആസ് ദി ഓഫ്സെറ്റ് മിനിമൈസിങ് റെസിസ്റ്റർ. നമ്മളതിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ഈസ് RP ROM, ദാറ്റ് ഈസ് R1 RF ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞത് ഇൻപുട്ട് ബയസ് കറണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു IB1 ദാറ്റ് ഈസ് ഈക്വൽ ടു IB2. ഇനി നമ്മളിവിടെ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഡിഗ്രി ഓഫ് മിസ്മാച്ചിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഉണ്ടാകും. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി algebraic difference between the two input bias currents IB1 and IB2. That is IB1 minus IB2. That is IIO. ഇതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് IIO. മോഡുലസ് വാല്യൂ എടുത്താൽ മതി. IB1 minus IB2 that is equal to IIO. സാധാരണ രീതിയിൽ IC 741 ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 200 നാനോ ആംപിയർ DC വാല്യൂ. ഇത് നമുക്ക് പല വിധത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. IB1 എന്ന് പറഞ്ഞത് IB2-നേക്കാളും 200 നാനോമീറ്റർ കൂടുതലാകാം. അല്ലെങ്കിൽ IB2 എന്ന് പറഞ്ഞത് 200 നാനോമീറ്റർ IB1-നേക്കാളും കൂടുതലാകാം. എനിവേ the maximum difference between this IB1 and IB2 that can be as large as 200 nano ampere. Okay, ഇനി നമുക്കൊരു ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് that is caused by the input offset current. ഞാൻ ഇൻവേർട്ടിംഗ് ഓർ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ജസ്റ്റ് ഒന്ന് ഫിഗർ വരയ്ക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച അതേ ഫിഗർ ഓക്കെ. ഇവിടെ നമുക്ക് R1 എന്നും ഇവിടെ RF എന്നും മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് V2 എന്ന് കൊടുക്കാം, ഇവിടെ V1 എന്ന് കൊടുക്കാം. IB2 IB1. ഈ ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓഫ്സെറ്റ് മിനിമൈസിങ് റെസിസ്റ്റർ ROM. അതിനെ RP എന്നും പറയും കേട്ടോ. RP അതായത് R1 RFൻ്റെ പാരലൽ കോമ്പിനേഷൻ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണോ അതായിരിക്കും ROM എന്ന് പറയുന്നത്.
this is VO, that is the output offset voltage. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ VOIB എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തത്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്യൂ ടു ദി ബയസ് കറണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്യൂ ടു ദ എഫക്റ്റ് ഓഫ് ദി ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു IIO എന്ന് കൊടുക്കാം. കഴിഞ്ഞ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. കഴിഞ്ഞ ഫിഗറിൽ നമ്മൾ VOIB എന്നായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, VOIB. ഇവിടെ VOIO, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്യൂ ടു ദി എഫക്റ്റ് ഓഫ് ദി ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. ഇനി നമുക്കിതൊന്ന് കണ്ടുപിടിക്കാം. V1 ആൻഡ് V2. V1 എന്താണെന്ന് നമുക്കറിയാം. V1 ഈസ് ഈക്വൽ ടു ROM ഇൻറ്റു IB1. ROM ഇൻറ്റു IB1 ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ആൻഡ് V2 ഈക്വൽ ടു V2 ഈക്വൽ ടു എന്ത് സംഭവിക്കും? പാരലൽ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ഇൻറ്റു IB2, that is R1 parallel RF into IB2, that is equal to, നമ്മൾ അതിനെ RP എന്നാണ് പറഞ്ഞത്, RP IB2, that is R1 RF divided by R1 plus RF into IB2. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യാം. VOIB കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? ദാറ്റ് ഈസ് RF ഇൻറ്റു IB, RF ഇൻറ്റു IB. ഓക്കെ, ദാറ്റ് ഈസ് V2 is equal to not V2, output voltage. We can measure this output voltage. Okay, thus output voltage is equal to RF into IB. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി VOIB2 ആണെന്ന് വിചാരിക്കാം. ഡ്യൂ ടു ദി വോൾട്ടേജ് അറ്റ് ദി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. വോൾട്ടേജ് അറ്റ് ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ നമുക്ക് എന്താ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് RFIB. മൈനസ് സൈൻ എന്താണ് കാണിക്കുന്നത്? ദാറ്റ് ഈസ് ദ മൈനസ് സൈൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ബിക്കോസ് V2 is the voltage at the inverting terminal. Minus RF into IB. ഇനി VOIB1 അത് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് അതിൻ്റെ എക്സ്പ്രഷനിലേക്ക് പോകാം. VOIB1 എന്ന് പറയുന്നത് എന്തായിരുന്നു? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ ബയസ് കറണ്ട് ആണ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 1 + RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു V1. 1 + RF ഡിവൈഡഡ് ബൈ R1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ ഓഫ് ദി നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. V1 is the voltage at the non-inverting input terminal. One plus RF divided by R1. ഇനി V1 നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം. V1 is equal to ROM IB1. ROM IB1. ROM എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇത് നമുക്കൊന്ന് എൽസിഎം കണ്ടുപിടിക്കാം. R1 plus RF divided by R1. ROM എന്തായിരുന്നു?
ROM is equal to R1 RF divided by R1 plus RF into IB1. Cancel here. So we will get RF IB1. This is the voltage due to the bias current at the inverting terminal. Non-inverting ആണെങ്കിൽ നമ്മളിവിടെ മൈനസ് സൈൻ കൊടുക്കുന്നുണ്ട്. ഇൻവെർട്ടിംഗ് ആണെങ്കിൽ മൈനസ് സൈൻ്റെ ആവശ്യമില്ല. That is equal to RF IB1. ഇനി നമുക്ക് ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് നമുക്ക് ഇപ്പോൾ ഇൻവെർട്ടിങ്ങിൻ്റെ കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ നോൺ ഇൻവെർട്ടിങ്ങിൻ്റെ കിട്ടിയിട്ടുണ്ട്. IB2 that is equal to minus RF IB2. നമുക്ക് ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് is plus VOIB2 that is equal to RF into IB1 minus IB2. IB1 minus IB2 എന്ന് പറഞ്ഞത് എന്താണ്? That is the input offset current IIO. Here this is equal to VIO, where IO is equal to or VO ഇതൊന്ന് ഞാൻ റീപ്ലേസ് ചെയ്യാം. ഈ IB എന്ന് പറഞ്ഞത് സഫിക്സ് ആണ് കേട്ടോ. ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്യാം. VOIB, ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. RF IB1 VOIB2 that is equal to minus RF IB2. The total is VOIB1 plus VOIB2 that is equal to RF into IB1 minus IB2. This is equal to VOIO. It is equal to RF IIO. Okay, this VOIB1 plus VOIB2 that is equal to VOIO. That is the output offset voltage due to the effect of the input offset current IIO, where IIO is the IB1 minus IB2. Thus, for a given value of the input offset current IIO, the amount of the output offset voltage depends on the value of the feedback resistor only, RF. Okay. So VIO that is proportional to RF. ഇനി അടുത്ത വേഴ്സിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണെന്നും തെർമൽ ഡ്രിഫ്റ്റ് എന്താണെന്നും നമുക്ക് നോക്കാം.